ഇവര് ഈ അർദ്ധരാത്രിക്ക് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ട്രിപ്പ് പോണെന്ന്. അല്ല, നമ്മള് പ്രത്യേകിച്ച് ട്രിപ്പ് പോകുമ്പോ പ്ലാനിങ് പാടില്ല. പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകുള്ളൂ. അപ്പൊ നമ്മള് ബൈക്ക് എടുക്കാൻ വേണ്ടി പോയി ഹെൽമെറ്റ് ഒക്കെ സെറ്റ് ആക്കി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ല. എന്താ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഇവര്. അപ്പൊ ഞാനൊരു കൂട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഇതാ ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മണി ക്യാൻ ബി ഹാപ്പിനെസ്, ഹൗ യു ബികം ടു കട്ടപ്പന. അതല്ലേ പറഞ്ഞതിനോട്. യെസ്. അപ്പോൾ നൗഫലിനെ കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും പറഞ്ഞിട്ടാ നല്ല റിവ്യൂ പറഞ്ഞു. അതുപോലെ തന്നെ സോലീനും പറഞ്ഞു. നമ്മളെ കഴിഞ്ഞ് വിട്ടിട്ടില്ലേ, തനിക്ക് അനക്ക് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഇവനായിട്ട് ഒരു യാത്ര പോയിട്ട് അങ്ങ് വരാം. അപ്പം പിന്നെ എല്ലാതിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണട്ടെ. അപ്പോൾ ഈ എന്താ ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ട് കാണിച്ച് കാറിൽ കയറി നിങ്ങൾ ചോദിക്കും. അതിൻ്റെ ബാക്കിലൊരു സർപ്രൈസ് കഥ ഉണ്ട് ഇല്ലടാ. ആ ഒരു കഥക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ നൗഫൽ, പിന്നെ പറഞ്ഞിട്ടില്ല ജാഫർ, വേറൊരാൾ, പിന്നെ ഞാൻ, പിന്നെ വേറെ 2 പേരുണ്ട്. ഒന്ന് സന്ദീപും ഒന്നാരാണ് നമ്മളെ റിയാസ് തെർമൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരൊക്കെ വരട്ടെ. അതിന് മുന്നോടിയിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ചായ കുടിക്കട്ടെ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ പോയിട്ട് നമ്മൾ കറക്റ്റ് ഇവിടുന്ന് ഇറങ്ങണം 1 മണിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകി. 1 മണിക്ക് ഇവിടുന്ന് ട്രിപ്പ് പോകാൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. കറക്റ്റ് ആ ടൈമിൽ എല്ലാവരും എത്തിപ്പെട്ടുള്ളൂ. ഇനി ബാക്കി 2 പേര്. അപ്പോൾ എന്ത് ചെയ്ത് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലാനൊക്കെ ചെയ്യാൻ കരുതി. ഓക്കെ ജാഫർ, സെറ്റല്ലേ? സെറ്റാണോന്ന് പവർ ഓഫ് ദി ഡേ, പവർ ഓഫ് ദ മാൻ എന്നാണ് എഴുതിച്ചിട്ടുള്ള കളി. അപ്പോൾ ഓക്കെ, നമ്മളെ നരിക്കുട്ടപ്പനതൊക്കെ എടുക്കുന്നു. നൗഫൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ജാഫർ നിൽക്കണ്ട. സന്ദീപ് അവിടെ വണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സന്ദീപ് നിൽക്കുന്നുണ്ടാ. പക്ഷെ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. സോ സമയം ഇപ്പം 1 മണിയായിരിക്കണ്ട. നമ്മളെ യാത്ര നമ്മൾ തുടരാൻ വേണ്ടി പോവാണ്. പുതിയ അതിഥി ഉണ്ട്. അതിഥി ഞാൻ കാണിച്ചു തരാം. ഇതിരിക്കുന്ന അതിഥി സന്ദീപ്. ഓക്കെ, നമ്മളെ അനുസാർ ഇതിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളിങ്ങനെ യാത്രേൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരട്ടോ. നമ്മളെ നൗഫലാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കേട്ടെ. പുതുക്കാട് എന്ന സ്ഥലത്താണ് നിർത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു ചായ കുടിക്കുക. എല്ലാവർക്കും ഒരു ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. സദീപ്, ഉറക്കം നന്നായിട്ട് വരുന്നുണ്ടോ? വരുന്നു. അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാനെന്തായാലും ഒരു കേക്ക് മേടിച്ചു തന്നിട്ട് ഞാനും ജാഫറും സന്ദീപ് ഒരു ഓംലേറ്റ് വേണ്ട ഒരു കേക്ക് വന്നു തീരുമാനിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. അൻസാർ എന്തോ ഓർഡർ ആക്കിയിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. ഒരാൾക്ക് ചായ കുടിക്കാഞ്ഞിട്ട് മുട്ടുന്നുണ്ട്. സമയം 6 മണിയായിട്ട്. ഞാൻ കുറച്ചൊക്കെ കിടന്നിറങ്ങി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുന്നത് കൊണ്ട് വീണ്ടും ഞങ്ങൾ എടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ 3 എത്തിയിരിക്കുന്നു കേട്ടോ. ഫുള്ള് കോടയാണ്. സന്ദീപ് എല്ലാം ഇറക്കത്തിലാട്ടോ. ജാഫർ പിന്നെ വെള്ളം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അൻസാർ ഇറങ്ങി കുറേ നേരം അൻസാർ വന്ന് ഇറങ്ങി. അൻസാർ ഇപ്പോൾ നീച്ചിരിക്കുന്നു. നൗഫൽ പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ട മകൾക്ക് എന്തോ പോലെ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. നൗഫൽ ഇത് ഇറങ്ങിക്കും. നമ്മളൊന്നൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. അവിടെ രാത്രി തുടങ്ങിയ യാത്ര ഗലായിരിക്കുന്നു. ഹായ് 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 മാൻ. എന്താണ് ഒന്നും പറയാത്തത്? പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ലല്ലോ. എന്ത് പറയാ, ഞങ്ങളൊക്കെ നമ്മള് ഡ്രൈവിങ് ഞങ്ങൾ ഫുള്ള് ഇവരൊക്കെ വെറുതെയാണ് വൈബാണെന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂർക്കം പഠിച്ചു തുടങ്ങിയത്. നമ്മൾ എന്താ ചെയ്യാ. ചെറുതായിട്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൂന്നാറിൽ വരുന്നത് കേട്ടോ. അത് മഹാദുരന്തേ. അന്നാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ട്രിപ്പ് വരുന്നതും മൂന്നാറേക്ക് തന്നെയായിരുന്നു. പ്ലാൻ ഇല്ലാത്ത യാത്രയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു യാത്ര നടക്കില്ല. അത് സത്യം. ഒരു പ്ലാൻ ഇല്ലാതെ വെറുതെ വന്ന വണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ജാഫർ നടക്കണം. പിന്നെ വന്നത് ഞാനും ജാഫറും സീനൊക്കെ കൂടെ ഒരു പ്രാവശ്യം വന്നത്. നൗഫല് ഞങ്ങൾ നേരെ കൂടെ വന്നത്. അങ്ങനെ അന്ന് ഇതേപോലത്തെ ഒരു വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇതേപോലെ മുഖമൊക്കെ കഴിക്കുന്നു, പല്ലൊക്കെ തേച്ചിരുന്നു. ഓർമ്മണ്ട? അതേപോലെ ഇപ്രാവശ്യം അതുപോലെ നമ്മൾ ആവർത്തിക്കാൻ വേണ്ടി പോകണം. കൺസിഡർ കേട്ടോ. തിരിച്ച് ക്യാമറ തിരിച്ചു. ചെറിയ രവി കണ്ടില്ലേ?
ഇതാ ഇവിടുത്തെ എടുക്കാൻ പറ്റില്ല. വർക്കൊക്കെ റെഡിയായോ? നമ്മളിപ്പോൾ ചായ അടിക്കാൻ വേണ്ടി നിർത്തി കേട്ടാ. നൗഫിൽ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. നൗഫിൽ ചെറിയ വെള്ളച്ചാട്ടം കണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം അങ്ങനെ തിരിച്ചു വന്നിത്തരാം. ഈ വണ്ടി അല്ലേ സെറ്റാണ്. ചായ അടിക്കട്ടെ. ചായ അടിക്കാൻ വേണ്ടി കയറി ആൾക്കാരട്ടാ. നമ്മളൊരു മുട്ടക്കറി ഓർഡർ ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പൊറാട്ട ഓർഡർ ആക്കിയിരിക്കുന്നു. അൻസാർ വെള്ളപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൻസാർ ടേസ്റ്റാ സൂപ്പർ. ചൂടുള്ള പൊറാട്ട ഇട്ടിട്ട് തുടങ്ങാൻ വേണ്ടി പോട്ടെ. നമ്മൾ എന്താവശ്യത്തിന് വന്നത്? വണ്ടി എടുക്കാൻ വേണ്ടി വന്നേട്ടാ. ഇത് നിൽക്കുന്ന നമ്മളെ വണ്ടിൻ്റെ ഓണർ. വണ്ടിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എനിക്ക് കൂടുതൽ അറിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കാണിച്ചു കൊടുക്ക, പിള്ളേർ കാണട്ടെ. അപ്പം നാളെ മുതൽ ചെറിയ ചീട്ടി അതല്ല, നാളെ മുതൽ സാധാരണക്കാരനല്ല ജി, സ്കൂട്ടിമിനൊന്നും വരേണ്ടവനല്ല ജി. തകർക്കാം നമുക്ക് നല്ല ഫോട്ടോ എടുക്കണം കേട്ടോ ഇൻഷാ അള്ളാ. നമ്മുടെ സന്ദീപ് അട്ടപ്പോൾ കയറിയിരിക്കുന്ന സന്ദീപ്. നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത് കട്ടപ്പന കൃതിക് റോഷൻ്റെ വരെയൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. സോ നമ്മളെ ബുക്ക് ചെയ്ത് നമ്മളല്ല, സോ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടാ. പേപ്പറും കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി ആര് പോയിരിക്കുന്നു? നൗഫലും അൻസാറും പോയിരിക്കുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അവർ പോയിക്കണ്ട. ജാഫർ നിൽക്കണം. നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കണം. ഉറക്കക്ഷീണുണ്ടല്ലോ നന്നായിട്ട്. ഇല്ല സന്ദീപ്? നല്ല ഉറക്കക്ഷീണുണ്ട്. സന്ദീപിനാണെങ്കിലോ ഉറങ്ങാത്തതിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. നൗഫലിൻ്റെ ചീത്തറ, നൗഫൽ തന്നെ വെള്ളം ഒഴിച്ച് നല്ല ചീത്തറ കേട്ടോ. നല്ല ഡ്രീം കം ട്രൂ ഇവിടെ റെഡിയായ സന്തോഷത്തിൽ നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കും ഇങ്ങനത്തെ വണ്ടി എടുക്കണം തോന്നുന്നുണ്ട്. അതിൻ്റെ സ്കൂട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആക്കണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ബഡ്ജറ്റ് ഇല്ല. സന്ദീപ് പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ വണ്ടി തന്നെ പോവാം. എല്ലാം സെറ്റ് ആയിരിക്കുന്നു കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നൗഫലിന് ഫുള്ള് ക്ഷീണം വന്നിരിക്കുന്നു. എൻ്റെ ചാവി കൊടുത്തിരിക്കുന്നു, ചാവി ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. ജാഫ്ര ഫോട്ടോ എടുക്കണം കേട്ടോ. ഇല്ല അൻസാർക്ക് വണ്ടി എടുത്ത് ഇറങ്ങണമായിരിക്കും. ഞാൻ പോയോക്കട്ടെ. അവിടെ പോയോക്കട്ടെ. കിട്ടിട്ടാ നമ്മളെ സന്ദീപും അൻസാറും അതാ പോകുന്ന വണ്ടി കിട്ടിയിരിക്കുന്നു. ജാഫറിന്റെ ഡ്രീം കം ട്രൂ കഴിഞ്ഞിരിക്കട്ട. എങ്ങനെ പോണേ കിടക്കണട്ടാ. അൻസാർ എങ്ങനെ ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, അടിപൊളിയല്ലേ? നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കണ്ട. നൗഫലൊക്കെ ആകെ ക്ഷീണിച്ചിക്കണ്. നമ്മളെ വീട്ടിലേ പോകണം നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. വീട്ടിൽ പോകണം. ഇതിന്റെ മുന്നേ നൗഫൽ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഞാൻ വന്നിട്ടില്ല. ചോറ് പിന്നെ പറയണ്ടല്ലോ, പ്രത്യേകത തന്നെയാണ്. ഇവിടെ ഉച്ചക്ക് നമുക്ക് ചോറിന് കഴിക്കണം. നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ചെടി കുറേ നേരമായി ഞാൻ കാണുന്നു. ആ ചെടിയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. മറ്റാൾ പേരൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ പ്രതിമന്ന്. ആ കാണുന്ന ചെടി ലക്ഷ്യമാക്കിയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കര കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരത്തുനിന്നേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾക്ക് ഉറങ്ങാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം നമ്മൾ നല്ല വണ്ടി നിർത്തിയിട്ട് നമ്മൾ പോകണം കേട്ടോ. നൗഫൽ അവിടെ വണ്ടി കാണാൻ വേണ്ടി പോയിക്കുന്നു. ഇത് വാഹന സർവീസ് ആട്ടോ. ഇവിടെ 150 റുപ്യ എന്ന് വിചാരിക്കുന്നു. ശുദ്ധമായ വെള്ളം, ഫിൽട്ടർ ചെയ്ത വെള്ളം, ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം, നാച്ചുറൽ വെള്ളം എന്ന് പറയും.
ഈ സ്ഥലത്തിൻ്റെ പേരാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. അഫല വാട്ട് എ ബ്യൂട്ടി. സർവീസ് ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ടാ. ചെറിയ പൈസ ഉള്ളു. എത്ര പൈസ അൻസാറേ? 50 റുപ്യ. ഇവിടെ ഒന്ന് ചെയ്ത് ലാഭാണ്. മൂപ്പർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. 50 റുപ്യ ഉള്ളു കേട്ടോ. സർവീസ് ചാർജ് 50 റുപ്യ. അപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. നൗഫലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പുതിയ ഇവിടെ നിന്ന് വണ്ടി നിർത്തണം. അപ്പൊ അങ്ങനെ വണ്ടി നിർത്തിയതാണ്. സർവീസുകൾ കണ്ടിരുന്ന മക്കളെ അങ്ങനല്ല, ഇത് അവർക്ക് കൂടെ ഒരു ഉപജീവന മാർഗമാണ്. അതാണ്. ഇതിപ്പോ നമ്മള് വീണ്ടും പൊടിക്കാണ് പോകുന്നത്. അത് എന്താ പറയാ, അവർക്കൊരു ഉപജീവന മാർഗം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളൊന്ന് ഡോഗ് സെറ്റ് ആക്കി നമുക്കൊരു പ്രത്യേക വൈബും നമുക്ക് വൈബ് ആസ്വദിക്കാം. നമ്മളെ ജാഫർജി ഉറങ്ങുക കേട്ടോ. എന്താ ഉറങ്ങുന്നു? കുളിക്കാൻ പറ്റും. പനി പിടിച്ചിട്ടുണ്ട്. ഒരു ഇവന്റെ സർവീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഇവിടെ കുളിക്കണം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഉറക്കം വന്ന് അതിന് വേറെ 50 കിട്ടാ. 2000 രൂപ. സന്ദീപ് എനിക്കറിയണ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ചേട്ടാ എന്താണ് ചേട്ടാക്കള് പറഞ്ഞത്? എന്താണ് അവനോട് പറയാനുള്ളത് മറുപടി? നമ്മള് ഒരു പണിക്ക് നിൽക്കുവാണെങ്കിൽ നമ്മുടെ വൃത്തിയാണ് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം നിൽക്കുക, അല്ലേ? അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അവനോട് പറയാം, പണിക്ക് നിൽക്കണ്ട. അല്ലാത്ത പണിക്ക് നിൽക്കണ്ട. രാവിലെ നിർത്തിയ ഹോട്ടലിൽ തന്നെ എത്തിക്കണ്ട. ഞാൻ കയറട്ട വണ്ടിമേ. ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ഏതായാലും സന്ദീപിന് ഉറക്കം വരണ്ടല്ലേ. ഞാൻ കയറാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നൊരാൾക്ക് പനി പിടിച്ചിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഒരു സിറ്റി ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി പോകട്ടാ. നൗഫലോ എന്താ രണ്ടും കൂടെ അതൊക്കെ കയറുന്നിട്ടാ. അല്ലാത്ത അവസ്ഥ അല്ലേ, ഒന്നും ചോദിക്കാനില്ല. ഇതോടുകൂടി നമ്മളെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോകട്ടാ. ഹായ് അർഷാദ്. ഷിബി വന്നിരിക്കുന്നു. എങ്ങനെയാ ആയി വറക്കണ പുട്ട്. ജാഫർ ഓർഡറാക്കിയ പൊറോട്ട. എങ്ങനെയാണ് മൊത്തം പൊറോട്ട കഴിച്ചാ? അപ്പൊ നമ്മളെ പരിപാടികളെല്ലാം എന്താണ്, അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ തീർന്ന് നമ്മളിവിടെ തിരിച്ച് നമ്മളെ വീട്ടിൽ നിർത്തിയിരിക്കുന്നു. വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. പല കഥകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അയവായിട്ടില്ല, അതൊക്കെ പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. 24 മണിക്കൂറായിട്ട് വണ്ടിയിൽ കറക്കതൊക്കെ തീർന്നിട്ട. അപ്പോൾ ബൈ ഗായ്സ്. അല്ല, നൗഫലിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നൗഫലില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇവിടെ എന്നെ കാണില്ല. ഡ്രൈവിങ് അടിപൊളി കേട്ടാ, ഒന്നും പറയാനില്ല. ബെസ്റ്റ് ഈസ് ബെസ്റ്റ്. ഇതിലുണ്ടാവും. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഓൻ്റെ ഒന്ന് ചെയ്യട്ടെ.